പാഠപുസ്തകങ്ങൾ വൈകില്ല എന്നും ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട്, മുമ്പ് പറഞ്ഞിരുന്നത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കൊടുക്കാൻ പറ്റാത്തതെന്നാണ്. ഒരു മന്ത്രി തന്നെ പറഞ്ഞാണ് ഓണം നേരത്തെ വന്നു, പിന്നെ എങ്ങനെയാ പുസ്തകം കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ UDF പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ ഫെബ്രുവരി മാസമാണ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 3 മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടക്കുന്നത്. ഫെബ്രുവരി 12-ന് മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം മാർച്ച് 2ാം വാരത്തോടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തിയതെങ്കിൽ ഇപ്പോഴും വളരെ നേരത്തെ തന്നെ അത് തയ്യാറാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്രാവശ്യം വന്നിട്ടുള്ളത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ്. എല്ലാ കാലത്തും UDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയും UDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന, എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും. മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോടെ കണ്ടിട്ടില്ല എന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിച്ചത്. ഏതോ ഒരു വളരെ ചെറിയ പത്രങ്ങൾ മാത്രമാണ് ഇത് പുറത്തത്. വലിയ മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരി വ്യവസായ സമിതിയുണ്ട്. അതിനേക്കാളും വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അവര് വളരെ വ്യക്തതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ്, സ്വാഗതാർഹവുമാണ്. ഈ കാര്യങ്ങളാണ് പൊതുവെ പറയാൻ. കെട്ടിടം നിർമ്മിക്കുന്നതിന് എന്താ പിന്തുണ വേണ്ടത്? അതായത് സ്ഥലം കൊടുക്കില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസോടും പറഞ്ഞിട്ടുണ്ട്, ലീഗിനോടും പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള പരിപാടി അവിടെ നടക്കില്ല. കാരണം അവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ സ്ഥലമില്ല. ഗവൺമെന്റ് തന്നെ സ്ഥലം കിഴക്ക് വാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാതെ. ബാക്കി എല്ലാ കാര്യവും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഒക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ ഒരു തടസ്സവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ മാത്രമല്ല, ഒരു ഏതാണ്ട് എടുത്ത് പൂർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസ്സാണ് തുടങ്ങാതിരുന്നത്. അതെ, പട്ടയം അല്ല, ആക്ഷേപമൊന്നും കാര്യമൊന്നുമില്ല. അതിന് ഇതുപോലെ നമ്മൾ തന്നെ ആക്ഷേപിക്കുക മാത്രമേ ഉള്ളൂ. ആക്ഷേപിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അവിടെ സ്പോൺസർമാർ വീടുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉണ്ടായിട്ടുള്ളൂ, അന്ന് പോലെ ഇന്ന് പോലെ. പക്ഷേ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വീടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. അത് ലീഗുകാര് അത്രത്തോളം പരാതിക്ക് പണിയാക്കിയിട്ടില്ല. അവര് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വീടിന് ആയിക്കോട്ടെ. അതിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എങ്ങനെയാ കാണുന്നത്? അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വഴിയെന്താ ഉള്ളത്? വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ? ആര് അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ലാന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പുതുതയാളായിരിക്കും, അതുകൊണ്ടാണ്. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചർച്ച ചെയ്തോട്ടെ. ഞങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ലല്ലോ, UDFനല്ലേ എതിർക്കുന്നത്.
യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടല്ല എതിർക്കുക. ഞങ്ങൾ യു ഡി എഫിനെയാണ് എതിർക്കുന്നത്. രാഷ്ട്രീയ നിലപാടാണ്, അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നുമല്ല. യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എല്ലാം എതിർക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു വിസ്മയവും അത് പണ്ട് ബോംബ് വലിയ ബോംബ് പൊട്ടുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ. വിസ്മയിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും. അതുകൊണ്ട് വിസ്മയമൊന്നുമില്ല. കളവ ഇപ്പൊ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. അതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഓ അത് ശരി. അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമല്ല പോലും. പിന്നെ രാഷ്ട്രീയമാണ് ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസിന്. അതും അല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിന്. അതൊന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും രാഷ്ട്രീയമാണ്, ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. പിന്നെ രാഷ്ട്രീയമല്ല എന്ന് പറയാം. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവസരവാദപരമായ നിലപാടാണ്. വർഗീയവാദികളുമായി കൂട്ടുചേരാൻ വേണ്ടിയുള്ള പുതിയ വളഞ്ഞ വഴി കണ്ടുപിടിക്കുകയാണ് യൂത്ത് ലീഗ്. അതിൽ വളരെ നല്ല വർഗീയതയുള്ള ഒരുപടി ആളുകൾ ഇതിനകത്തുണ്ട്. അതിശക്തിയായിട്ട് മതമാണ് കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് രാഷ്ട്രീയമല്ലല്ലോ, അത് വർഗീയല്ലേ. അത് പറഞ്ഞത് ഒരു പഴയ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ MLA ആണ് ലീഗിന്റെ. താനി വർഗീയത. യെസ്. സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിയോ സർക്കാർ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂർ കൊണ്ട് അത് പിൻവലിക്കണമെന്നാണ് നിർദ്ദേശം. അല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയയുടെ മേലെ കടന്നാക്രമണം നടത്തുന്നതിനോട് ഞാൻ യോജിപ്പില്ല. അവർ പറയുന്ന തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധം ചമക്കുന്നതിന് പകരം അതിനെ നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, പൊതുവെ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് മീഡിയ വണ്ണിനെതിരായിട്ട് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മീഡിയ വണ്ണിന്റെ ഒപ്പം വന്നത്. പക്ഷേ മീഡിയ വണ്ണിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അതിനിശ്ചിതമായി ഞങ്ങൾ വിമർശിക്കുന്നു. അത് രണ്ടും ചേർത്തുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. അതിലൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. മീഡിയ വൺ യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശയ പരിസരം രൂപപ്പെടുത്തി വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും.